വേപ്പർ പ്രഷർ പഠിച്ചിട്ടുണ്ടായി. വേപ്പർ പ്രഷറിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ നടക്കണേ? വേപ്പർ പ്രഷർ കുറയാണ് ചെയ്യുന്നത്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിനേക്കാളും കുറവായിരിക്കും കാണിക്കുക. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂളിനെ മാത്രം, ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ പറയുന്ന പേരാണ്, കോമൺ ആയിട്ട് പറയുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ. അവരുടെ നേച്ചറിനെയോ അവരുടെ അവരുടെ നേച്ചറിനെയോ ഇൻട്രാക്ഷനെയോ ഒന്നും നോക്കാതെ നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് സൊല്യൂഷൻ്റെ ചില പ്രോപ്പർട്ടീസ് നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അങ്ങനെ 4 പ്രോപ്പർട്ടീസാണ് ഉള്ളത്. ഏതൊക്കെയാ? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായി, വേപ്പർ പ്രഷർ സൊല്യൂഷൻ്റെ കുറയാണ് ചെയ്തത് സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ. സൊല്യൂഷന് പ്യുവർ സോൾവെൻറ്റിനേക്കാളും സൊല്യൂഷനിൽ വേപ്പർ പ്രഷർ കുറഞ്ഞു. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഒരു സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കുറയുന്നത്. അതിൻ്റെ റിലേഷൻസ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ P1/P01 ആട്ടോ. ഓൾറൈറ്റ്, അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് നോർമൽ ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലായിരിക്കും സൊല്യൂഷനിൽ കാണിക്കുക. അതും ഈ സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ഇനി അടുത്തത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഡിനോട്ട് ചെയ്യുന്നത്, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ TB വെച്ചിട്ടാണ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് ഡെൽറ്റ TF ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീസിങ് പോയിന്റ്. ഓക്കെ, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. അപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ TF. അതുപോലെ വേറൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സൊല്യൂഷൻസ്, പൈ വെച്ച് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാൻ പോവാണ്. ആദ്യം നമുക്ക് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നോക്കാം. റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ബി ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് സോൾവെന്റ്. ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസിൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോളിഡ് സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ചേഞ്ചുകൾ. അപ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ബി, ലിക്വിഡ് സൊല്യൂഷൻ എയിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ സോൾവെന്റ് ലോവർ, സൊല്യൂഷൻ കുറയും. പ്യുവർ സോൾവെന്റിനേക്കാളും കുറവായിരിക്കും സൊല്യൂഷനിലുള്ള സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു. അതെങ്ങനെ നമുക്ക് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് മോൾസ് എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഡെറിവേഷൻ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടുള്ള സൊല്യൂഷനിൽ വേപ്പർ പ്രഷർ എന്തിൻ്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? സോൾവെന്റിൻ്റെ വേപ്പർ പ്രഷറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ സോൾവെന്റിൻ്റെ വേപ്പർ പ്രഷർ മാത്രമേ നമ്മളിവിടെ ടോട്ടൽ വേപ്പർ പ്രഷറിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി. എന്ത്? വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് PA = KA × P0A. P0A എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെന്റിൻ്റെ വേപ്പർ പ്രഷർ, KA എന്ന് പറയുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് A. അത് ഇൻഡു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് A കിട്ടും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും അത് തന്നെയായിരിക്കും. കാരണം നോൺ വോളറ്റൈൽ ആയ കാരണം സോൾവെന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മളിവിടെ വേപ്പർ പ്രഷർ സൊല്യൂഷനിൽ വരുമ്പോൾ സോൾവെന്റിൻ്റെ വേപ്പർ പ്രഷർ കുറയാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡിഫറൻസ്, ലോവറിങ് എങ്ങനെ കാണിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ഉപയോഗിച്ചിട്ടാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. അപ്പോൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0A പ്യുവർ ആയിരിക്കുന്ന സോൾവെന്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് P0A - PA. അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കുക. ആദ്യത്തെ ഇക്വേഷൻ കൊടുക്കുക, സെക്കൻഡ് ഇക്വേഷൻ അതായിട്ട് കൊടുക്കുക. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1 രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടുത്തെ PAക്ക് ഈ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ PA വിൽ ബി ഈക്വൽ ടു P0A - P0A × KA. ഈ ഇക്വേഷൻ നോക്കുമ്പോൾ
പി നോട്ട് എ എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ നമ്മളത് പുറത്തെടുത്തിട്ട് 1 മൈനസ് കൈ എ എന്ന് കൊടുത്തു. ഓക്കെ, 1 മൈനസ് കൈ എ എന്താണ്? കൈ ബി ആണ്, ബൈനറി സൊല്യൂഷൻ ആണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് 1 മൈനസ് കൈ എ എന്നുള്ളത് കൈ ബി ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ലോവറിങ്ങിൻ്റെ ഡിഫറൻസ് കണ്ടു. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ്. റിലേറ്റീവ് ലോവറിങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു പ്യുവർ സോൾവെൻറ്റിൻ്റെ ഡിഫറൻസ് വിത്ത് റെസ്പെക്ട് ടു പ്യുവർ സോൾവെൻറ്റിൻ്റെ. അപ്പോൾ ഡിഫറൻസ് ഓഫ് പാർഷ്യൽ വേപ്പർ പ്രഷർ ബൈ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ പി എയുടെ വാല്യൂ എന്താണ്? ഡെൽറ്റ പി എയുടെ വാല്യൂ നമുക്ക് ഇവിടെ ഇക്വേഷൻ 3 കിട്ടിയിട്ടുണ്ട്. എന്താണ് വാല്യൂ അല്ല, ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. പി നോട്ട് എ ഇൻറ്റു കൈ ബി ഡിവൈഡഡ് ബൈ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ പി നോട്ട് എ. അപ്പോൾ എന്തായി? ഈ പി നോട്ട് എയും ക്യാൻസലായി. അപ്പോൾ നമ്മൾ ഈക്വൽ ടു കൈ ബി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ പ്രൂവ് ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് സോൾവ് ചെയ്യാൻ, പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നോർമലായിട്ടുള്ള നമ്മുടെ വെയിറ്റ്, മാസ് അതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൽ പി നോട്ട് എ മൈനസ് പി എ. ഡെൽറ്റ പി എ എന്ന് പറയുന്നത് ഇതാണ്, ഡിവൈഡഡ് ബൈ പി നോട്ട് എ വിൽ ബി ഈക്വൽ ടു കൈ ബി എന്ന് കിട്ടി. കൈ ബീനെ നമ്മൾ എന്ത് ചെയ്യാം? കൈ ബിയുടെ ഇക്വേഷൻ എന്താണ്? എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. മോൾ ഫ്രാക്ഷനിൽ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മളൊരു കണ്ടീഷൻ എടുക്കുകയാണ്, ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സൊല്യൂട്ട് മോളിക്യൂൾസ് ഭയങ്കര കുറവായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ എൻ ബി വിൽ ബി വെരി മച്ച് സ്മോളർ ദാൻ എൻ എ. എൻ ബി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, സൊല്യൂട്ട് മോളിക്യൂൾസ് വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മൾ 10 ml വാട്ടർ എടുത്തിട്ട് 0.000 ml എത്തനോൾ മാത്രം ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ ബി സൊല്യൂട്ട് മോളിക്യൂൾസ് എത്തനോളിൻ്റെ വാല്യൂ വളരെ കുറവാണല്ലോ. അപ്പോൾ ടോട്ടൽ വോളിയം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എടുക്കുമ്പോൾ എൻ ബി എന്ന് പറയുന്നത് എത്തനോളിൻ്റെ എമൗണ്ട് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം വെരി ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നമുക്ക് എൻ ബി എന്ന് പറയുന്നത് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പം ഈ ഇക്വേഷൻ എന്തായി മാറും? എൻ ബി ബൈ എൻ എ. ഓക്കെ, നമ്പർ ഓഫ് മോൾസിന് നമ്മൾ നോർമലായിട്ട് എന്താണ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ വെയിറ്റ് ബൈ മോളാർ മാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ്, എന്ത് കോമ്പൗണ്ട് ആണെങ്കിലും എന്ത് സൊല്യൂട്ട് ആണെങ്കിലും ഗിവൺ വെയിറ്റ് ബൈ മോളാർ മാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വെയിറ്റ് ബൈ മോളാർ മാസ് ചെയ്യുക. എൻ ബിക്ക് വെയിറ്റ് ഓഫ് ബി ബൈ മോളാർ മാസ് ഓഫ് ബി ചെയ്യുക. എൻ എന്ന് പറയുന്നതിനെ WA/m A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി അത് റീഅറേഞ്ച് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. WB മുകളിലിട്ടു, MB അടിയിൽ പോയി. അങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ആ ഇക്വേഷന് കിട്ടും. ഇനി അതിൽ നിന്ന് നമുക്ക് MB ആണ്, ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും ഗിവൺ ആണ്, MB ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസിൽ ഗിവൺ ക്വാണ്ടിറ്റീസ് P0 P0 A ഒക്കെ ഗിവൺ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ MB വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അൺനോൺ ആണ്, ബാക്കിയെല്ലാം ഗിവൺ ആണെങ്കിൽ നമുക്ക് അൺനോൺ വാല്യൂ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു റിലേറ്റീവ് ലോവറിങ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇനി അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ബൈനറി സൊല്യൂഷനിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലായിരിക്കും സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ്. അതാണ് ഇവിടെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ, വൈ ആക്സിസിൽ വേപ്പർ പ്രഷറും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് പ്യുവർ സോൾവെൻറ്റിൻ്റെ ടെമ്പറേച്ചറാണ് T0P വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. TB എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് TB, ഡെൽറ്റ TB. ഓക്കെ,
അപ്പം നമ്മൾ എപ്പോഴും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയ കാരണം എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്പർ ഓഫ് മോൾസിനെ മാത്രമായിരിക്കും ഈ എലവേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രാഫിൽ കണ്ടതുപോലെ ടി ബി നോട്ട് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻ്റ് ആണ്. ടി ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ്. ഇവർ തമ്മിലുള്ള എലവേഷൻ ഡിഫറൻസിനെയാണ് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കുക? ടി ബി മൈനസ് ടി നോട്ട് ബി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ടി ബി എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കിട്ടും. ഇനി ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ നമുക്കൊരു റിലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഡൈല്യൂട്ട് ആകുമ്പോൾ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഈ ഡെൽറ്റ ടി ബി എന്ന് പറയുന്ന വാല്യൂ എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും? വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. മോളാൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ്റെ മൊളാലിറ്റി ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിരിക്കും എലവേഷൻ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റിലേഷന് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ഇക്വേഷനായിട്ട് എഴുതി. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് കെ ബി ആണ് ഇക്വേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഇലവേഷൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ എബ്ലിയോസ്കോപ്പി കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മോളാർ എലവേഷൻ കോൺസ്റ്റൻറ്റ്, ഈ 3 ടേംസിലും കെ ബിനെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലൊക്കെ ഏതെങ്കിലും ഒരു വാക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ 3ഉം കെ ബിയുടെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഓക്കെ, കെ ബി എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പോൾ ഇബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ബി ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി. അപ്പം ഇതാണ് നമ്മുടെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും മൊളാലിറ്റി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. മൊളാലിറ്റി എമ്മിൻ്റെ ടേംസിൽ മൊളാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? WB/MB/WA × 1000. അതിനെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മൊളാലിറ്റിനെ കുറിച്ച് കോൺസെൻട്രേഷൻ ടേംസ് പഠിച്ചപ്പോൾ മൊളാലിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ട ഒരു ഇക്വേഷനാണ് ഇത്. ആ ഇക്വേഷൻ നമ്മളുടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൻ്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡെൽറ്റ ടി ബിക്ക്. അപ്പോൾ കെ ബി ഒഴികെ ബാക്കി എമ്മിന് നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എം ബിക്കുള്ള ഇക്വേഷൻ ആക്കി. അപ്പോൾ ബാക്കിയുള്ള ഈ കെ ബിയും WB വെയിറ്റ് ഓഫ് സൊല്യൂട്ടും വെയിറ്റ് ഓഫ് സോൾവെൻറ്റും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എം ബി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി എല്ലാ ടേംസും നമുക്ക് സൊല്യൂഷനിൽ പ്രോബ്ലത്തിൽ അവൈലബിൾ ആണെങ്കിൽ അൺനോൺ ആയിട്ടുള്ള ഏത് ടേം വേണമെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണിത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. നമ്മൾ നേരത്തെ കണ്ടത് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്ത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആയിരുന്നു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ. ഇനി ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്തുകൊണ്ടാണ്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ കോസസ് ലോവറിംഗ് ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. നമ്മളൊരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അത് നോർമലി ഉണ്ടാവുന്ന വേപ്പർ പ്രഷറിനേക്കാളും ലോവർ ആയിരിക്കും നമ്മുടെ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും സൊല്യൂഷനിൽ വരുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ. കാരണം നമ്പർ ഓഫ് വേപ്പർ മോളിക്യൂൾസ് കുറവായിരിക്കും. അപ്പോൾ വേപ്പർ പ്രഷർ കുറയും. അപ്പോൾ വേപ്പർ പ്രഷർ കുറയുമ്പോൾ ഫ്രീസിംഗ് പോയിൻറ്റും കുറയും. അതാണ് അതിൻ്റെ റീസൺ. അത് ഗ്രാഫിക്കലായിട്ടാണ് ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. സൊല്യൂഷൻ്റെയും സോൾവെൻറ്റിൻ്റെയും വേപ്പർ പ്രഷറിലുള്ള വേപ്പർ പ്രഷറിലല്ല ഫ്രീസിംഗ് പോയിന്റിലുള്ള ഡിഫറൻസ് ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് ഈ പോയിന്റ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ TF ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇത് ലിക്വിഡ് പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് T0F. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ TF അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ഇനി ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ റിലേഷൻ മൊളാലിറ്റി വെച്ചിട്ടുള്ള റിലേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ TF ഈക്വൽ ടു ഡെൽറ്റ T0F മൈനസ്
T0F മൈനസ് TF ആണ്. അതിനെ നമ്മൾക്ക് ഒരു റിലേഷൻ ആയിട്ട് നോക്കുകയാണ്. ഡൈല്യൂട്ട് കണ്ടീഷനിൽ അതിൻ്റെ ഒരു റിലേഷൻ, മൊളാലിറ്റി ആയിട്ടുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് ഡെൽറ്റ TF എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി പ്രൊപ്പോർഷണൽ ടു നേരത്തെ കണ്ട പോലെ തന്നെ മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ. മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ TF ഈസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. അതിന് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് KF ആണ്. KF എന്ന് പറയുന്നത് എന്താ? നേരത്തെ നമ്മൾ കണ്ട പോലെ, നേരത്തെ ബോയിലിംഗ് പോയിന്റിൻ്റെ ടേംസിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ KFനെ പറയാം. M എന്ന് പറയുന്നത് മൊളാലിറ്റിയാണ്. ഇനി നമുക്ക് മൊളാലിറ്റിയുടെ ഇക്വേഷൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു, കോൺസെൻട്രേഷൻ ടേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനി ഡെൽറ്റ TFൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. KF ഒഴികെ ബാക്കി എമ്മിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് റീഅറേഞ്ച് ചെയ്തു. MBയുടെ ടേംസിലേക്ക് റീഅറേഞ്ച് ചെയ്യാം. TF ആണ് പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ബാക്കിയുള്ള വാല്യൂസ്, ഈ ടേംസിൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഡെൽറ്റ TFൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അൺനോൺ ആയിട്ട് ബാക്കി എല്ലാ ടേംസിൻ്റെ ഏതെങ്കിലും ഒരു ടേം മാത്രം അൺനോൺ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് അൺനോൺ ടേംസുകൾ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റിൻ്റെയും ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റിൻ്റെയും രണ്ട് ഇക്വേഷൻസ് ആണ്. ഡെറിവേഷൻസ് ഒന്നുമില്ല, നിങ്ങൾ ഈ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ആവശ്യം വരും. അപ്പോൾ KBയുടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് R × MA × TB²/1000 × എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. സെയിം വേ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ ടേംസും നമുക്ക് നോക്കാം. R എന്ന് പറയുന്നത് ഏതാ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. MA എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് കമ്പോണൻറ്റ് എയുടെ മോളാർ മാസിനെയാണ് MA എന്ന് പറയുന്നത്. TB എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റിനെയാണ് TB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. TBയുടെ സ്ക്വയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റു 1000 ഇൻറ്റു എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. സെയിം വേ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റിൽ R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, MA മോളാർ മാസ് ഓഫ് കമ്പോണൻറ്റ് A. TF എന്ന് പറയുന്നത് ഫ്രീസിങ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിന്റ്. പിന്നെ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആണ് കേട്ടോ. ഡെൽറ്റ H എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്ന ഫിനോമിനയെ കുറിച്ചാണ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോൾവെൻറ്റ് ഒരു ബീക്കർ എടുക്കുക, അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യും. അതിന് ഒരു ഭാഗത്ത് സോൾവെൻറ്റ് മാത്രമായിട്ട് എടുക്കുക, മറ്റേ ഭാഗത്ത് സോൾവെൻറ്റും സോൾട്ടിൻ്റെ മിക്സ്ചർ എടുക്കുക. അപ്പോൾ ഈ സോൾവെൻറ്റ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഫ്ലോ ചെയ്യും. ആ ഫിനോമിനയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, അതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. The process of flow of solvent molecules from പ്യുവർ സോൾവെൻറ്റിലാണല്ലോ ഒരു ഭാഗത്ത് പ്യുവർ സോൾവെൻറ്റ് മാത്രം എടുത്തിരിക്കുന്നത്, മറ്റേ ഭാഗത്ത് സൊല്യൂഷനാണ്. അപ്പോൾ പ്യുവർ സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റ് മോളിക്യൂൾ ഫ്ലോ ചെയ്യുന്നു ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ എന്താണ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ? സെമി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് മോളിക്യൂളിനെ മാത്രമായിട്ട് സെലക്റ്റീവായിട്ട് സോൾവെൻറ്റ് മോളിക്യൂളിനെ മാത്രം കടത്തിവിടുന്ന ഒരു മെംബ്രെയിനെ പറയുന്നതാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെമി പെർമിയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന മെംബ്രെയിൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് പാർച്ച്മെൻറ്റ് പേപ്പർ, പിന്നെ സെൽ വാൾ. നമ്മുടെ പ്ലാന്റ് സെല്ലിൻ്റെയൊക്കെ സെൽ വാൾ എന്ന് പറയുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ പോലെ തന്നെയാണ്. പിന്നെ ഫിലിം ഓഫ് കുപ്രിക് ഫെറോസൈനൈഡൊക്കെ നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഓസ്മോസിസ് എന്ന് മനസ്സിലായി. ഇനി ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫ്ലോയിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്യുവർ സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലോയിനെ തടയാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ്റെ മുകളിൽ എന്തോരം പ്രഷർ അപ്ലൈ ചെയ്യുന്നോ ആ പ്രഷറിനെ പറയുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, the excess pressure which must be applied to solution to prevent osmosis.
ആ പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേമാണ്, ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പൈ ആണ്. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ സൊല്യൂഷൻ വിൽ ബി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ. നമ്മൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ആദ്യത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിന് പ്രൊപ്പോർഷണലായിരുന്നു? കോൺസെൻട്രേഷൻ ടേമായ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണാലിറ്റിയാണ് നമ്മൾ നോക്കിയത്. പിന്നെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിലും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിലും നമ്മൾ മൊലാലിറ്റിക്കായിരുന്നു പ്രൊപ്പോർഷണാലിറ്റി കണ്ടത്. ഓസ്മോട്ടിക് പ്രഷറിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊപ്പോർഷണലായിട്ട് നോക്കുന്നത് മൊളാരിറ്റി എന്ന് പറയുന്ന ഒരു ടേം, കോൺസെൻട്രേഷൻ ടേമാണ്. അപ്പം ഓസ്മോട്ടിക് പ്രഷർ എന്തിനും പ്രൊപ്പോർഷണലായിരിക്കും? മൊലാരിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഒക്കെ മാറ്റിയിട്ട് ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൈ ഈക്വൽ ടു CRT. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോൺസെൻട്രേഷൻ ടേം മൊളാരിറ്റിയാണ്. ഓക്കെ, ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ടി ഗിവൺ ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചർ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും ഈ പ്രഷർ, ഓരോ ടെമ്പറേച്ചറിലും ഡിഫറെൻറ്റ് പ്രഷേഴ്സ് ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എത്രയാണോ അതാണ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, NB/V. ഓക്കെ, അതിനകത്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ പൈ വി ഈക്വൽ ടു NB/RT എന്ന് കിട്ടും. ഇനി NB എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പി എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് ബി ബൈ മോളാർ മാസ് ഓഫ് പി. ഓക്കെ, ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് MBയുടെ ഫോമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്തിനാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ്. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻലി ടു ഡിറ്റർമിൻ മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ പോളിമേഴ്സ് അല്ലെങ്കിൽ വലിയ ലാർജ് ഓർഗാനിക് മോളിക്യൂളുകളുടെ ഒക്കെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. മറ്റ് മെത്തേഡുകളെ അപേക്ഷിച്ച് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ മെഷർ ചെയ്യുന്നത് നമ്മളിവിടെ റൂം ടെമ്പറേച്ചറിലാണ്. ഇവിടെ പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കേസിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. മാത്രമല്ല മൊളാലിറ്റി അല്ല യൂസ് ചെയ്യുന്നത്. മൊളാരിറ്റി എന്ന് പറയുന്ന ടേമാണ്, കോൺസെൻട്രേഷൻ ടേമാണ് ഓസ്മോട്ടിക് പ്രഷറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഇപ്പോൾ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TBയുടെയും ഡെൽറ്റ TFൻ്റെയും ഒക്കെ വാല്യൂസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും, വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഭയങ്കര മൈന്യൂട്ട് വാല്യൂസ് ആകുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിൽ എററൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിന് ലാർജ് വാല്യൂ ആകുമ്പോൾ എറർ കുറച്ചും കൂടി കുറയും. ഓക്കെ, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഓസ്മോട്ടിക് പ്രഷറിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പായിട്ട് സൊല്യൂഷൻസിനെ തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന 2 സൊല്യൂഷൻസ് തന്നിരിക്കുകയെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയും. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 സൊല്യൂഷൻസ് തന്നിരിക്കുകയാണ്, അവർക്ക് 2 പേർക്കും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അറ്റ് ഗിവൺ ടെമ്പറേച്ചർ, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ 2 പേർക്കും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയും. നമ്മളുടെ ബോഡിയിൽ നമ്മൾ തലകറങ്ങിയൊക്കെ അങ്ങനെ ക്ഷീണമൊക്കെ വരുമ്പോൾ നമ്മൾ ഡ്രിപ്പ് ഇടില്ലേ, ഡ്രിപ്പ് ഇടാൻ യൂസ് ചെയ്യുന്നത് എന്ത് ടൈപ്പ്? 0.9% NaCl സൊല്യൂഷനാണ്. അത് നമ്മുടെ ബ്ലഡിൻ്റെ ആയിട്ട് ഐസോട്ടോണിക് ആണ്. ആ കോൺസെൻട്രേഷൻ 0.9% NaCl സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡായിട്ട് ഐസോട്ടോണിക് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നുണ്ടായിരിക്കും. ഹൈപ്പർ എന്ന് പറയുമ്പോൾ കൂടുതൽ, നമ്മൾ ഒരു തന്നിരിക്കുന്ന ഒരു സൊല്യൂഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ നമ്മൾ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻസ് പറയും. സൊല്യൂഷൻസ് ഹാവിങ് ഹൈ ഓസ്മോട്ടിക് പ്രഷർ ദാൻ അതർ സൊല്യൂഷൻ. നമുക്ക് തന്നിരിക്കുന്ന മറ്റേ സൊല്യൂഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഓസ്മോട്ടിക് പ്രഷർ കൂടുതലാണെങ്കിൽ ഹൈപ്പർ ടോണിക് എന്ന് പറയും. ഇനി ഓസ്മോട്ടിക് പ്രഷർ കമ്പയർ ചെയ്യുമ്പോൾ അടുത്ത സൊല്യൂഷന് കുറവാണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ ഹൈപ്പോട്ടോണിക് എന്ന് പറയും. ഹൈപ്പോ എന്ന് പറയുമ്പോൾ കുറവ്. ഓക്കെ, ലോവർ ഓസ്മോട്ടിക് പ്രഷർ ദാൻ അനദർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ബേസിസിൽ ഇങ്ങനെയാണ് 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ ജനറൽ നോർമൽ കണ്ടീഷൻസിൽ നമ്മളിപ്പോൾ ഒരു സോൾവെൻറ്റും സൊല്യൂഷനും എടുത്ത് സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുക ഓസ്മോസിസ് ആണ്. സോൾവെൻറ്റിൽ നിന്ന്
സോൾവെൻറ്റ് മോളിക്യൂൾ സൊല്യൂഷനിലേക്ക് ഫ്ലോ ചെയ്യും. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഷർ, ഒരു പെർട്ടിക്കുലർ പ്രഷർ നമ്മൾ സൊല്യൂഷൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ആ റിവേഴ്സ് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് പ്യുവർ സോൾവെൻറ്റ് ഫ്രം സൊല്യൂഷനിൽ നിന്ന് പ്യുവർ സോൾവെൻറ്റ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? സോൾവെൻറ്റ് മാത്രമുള്ള ബീക്കറിൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന ആ പ്രോസസ്സ് എങ്ങനെയുള്ള ടൈമിലാണ്? when a pressure larger than osmotic pressure is applied to the solution side. സൊല്യൂഷൻ്റെ മുകളിൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കുറച്ച് കൂടി നിൽക്കുന്ന പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൊല്യൂഷനിൽ നിന്ന് സോൾവെൻറ്റ് മോളിക്യൂൾ പ്യുവർ സോൾവെൻറ്റിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആ പ്രോസസ്സിനെ പറയുന്നതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. റിവേഴ്സ് ഓസ്മോസിസിന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരെണ്ണമാണ് ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. നമ്മൾ സീ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സീ വാട്ടർ, സോൾട്ട് വാട്ടർ ഒരു കണ്ടെയ്നറിൽ എടുക്കുക. അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് സെമി പെർമേബിൾ മെംബ്രെയിൻ വെച്ചിട്ട് ഇപ്പുറത്ത് വാട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ ഈ സീ വാട്ടറിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് വഴി നമ്മൾക്ക് പ്യുവർ വാട്ടർ മാത്രമായിട്ട് ഇപ്പുറത്ത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഡീസാലൈനേഷൻ ഓഫ് സീ വാട്ടറിൽ യൂസ് ചെയ്യാറുണ്ട്. പ്യൂരിഫിക്കേഷൻ ഓഫ് നമ്മുടെ നോർമൽ പ്യൂരിഫയറിലൊക്കെ, വാട്ടർ പ്യൂരിഫയറിലൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ.